പത്തനാപുരം ഗണേഷ് കുമാറിന്റെ കോട്ടയാണ്. പല പ്രമുഖരും സിനിമാ താരം ജഗദീഷ് അടക്കമുള്ള പ്രമുഖരൊക്കെ എതിരായി മത്സരിച്ചിട്ടും ഗണേഷ് കുമാറിന്റെ കോട്ടയിൽ വിള്ളൽ വീണിട്ടില്ല. കഴിഞ്ഞ തവണ ജ്യോതികുമാർ ചാമക്കാല നല്ല പ്രചരണം തന്നെ നടത്തി ഗണേഷ് കുമാറിനെതിരെ. പക്ഷേ വിജയം ഗണേഷ് കുമാറിനോടൊപ്പം നിന്നു. ഇത്തവണ ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ നേരിടാൻ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ജ്യോതി രാധിക വിജയകുമാർ എന്ന ജ്യോതി വിജയകുമാറാണ് പത്തനാപുരത്ത് സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും ഒക്കെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളികളെ കേൾപ്പിച്ചത് ജ്യോതി രാധിക വിജയകുമാർ എന്ന ജ്യോതി വിജയകുമാറാണ്. കോൺഗ്രസ് നേതാവും ചെങ്ങന്നൂരിൽ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന D വിജയകുമാറിൻ്റെ മകളാണ് ജ്യോതി രാധിക വിജയകുമാർ. ഹിന്ദിയിലും ഇംഗ്ലീഷിലും നല്ല പ്രാവീണ്യമുണ്ട് ജ്യോതി രാധിക വിജയകുമാറിന്. അതുകൊണ്ട് തന്നെ ജ്യോതി രാധിക വിജയകുമാർ എന്ന ജ്യോതി വിജയകുമാർ മത്സരിക്കുമ്പോൾ ഗണേഷ് കുമാറിന് ശക്തമായ വെല്ലുവിളി ഉയർത്തും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ജ്യോതികുമാർ ചാമക്കാല തന്നെയാണ് ഇത്തവണയും മത്സരിക്കാനെത്തുക എന്നാണ് വാർത്തകളിൽ വന്നിരുന്നത്. എന്നാൽ അവസാന നിമിഷം ജ്യോതികുമാർ ചാമക്കാലയെ മാറ്റി ജ്യോതി വിജയകുമാറിനെ കൊണ്ടുവന്നിരിക്കുകയാണ് കോൺഗ്രസ്. ജ്യോതി വിജയകുമാർ സജീവമാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ. തൻ്റെ ചിന്താഗതികൾ നിർഭയം പറയുന്ന ജ്യോതിക്ക് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറെയുണ്ട്. കോൺഗ്രസിൻ്റെ വളർന്നു വരുന്ന മുഖം എന്ന നിലയിൽ വളരെ പ്രശസ്തയാണ് ജ്യോതി വിജയകുമാർ കോൺഗ്രസ്സുകാർക്ക് ഇടയിൽ. പിതാവ് D വിജയകുമാറിൻ്റെ പാത പിന്തുടർന്നാണ് ജ്യോതി വിജയകുമാർ കോൺഗ്രസിൽ എത്തിയത്. പിന്നീട് പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയ ഗാന്ധി തുടങ്ങിയ നേതാക്കളുടെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക വഴി അവർ ശ്രദ്ധ നേടി. രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും അടുത്ത സൗഹൃദമുണ്ട് ജ്യോതി വിജയകുമാറിന്. അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരം ഗണേഷ് കുമാറിന് കടുക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരത്ത് ശ്രദ്ധിച്ചേ മതിയാകൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് UDF മുന്നിൽ എത്തിയിരുന്നു. അത് ഗണേഷ് കുമാറിനുള്ള ഒരു സൂചനയാണ്. UDF മുന്നിൽ എത്തിയത് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ഗണേഷ് കുമാർ നിൽക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മാറിമറിയും എന്ന വിശ്വാസത്തിലാണ് LDF. ഗണേഷ് കുമാറിനെ പത്തനാപുരം ഇതുവരെ കൈവിട്ടിട്ടില്ല. ഗണേഷ് കുമാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നാൽ പോലും LDFലും UDFലും നിൽക്കാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നാൽ പോലും പത്തനാപുരത്ത് വിജയക്കൊടി പാറിക്കാൻ കഴിയും എന്നാണ് ഗണേഷ് കുമാറിൻ്റെ അനുകൂലികൾ പറയുന്നത്. ഗണേഷ് കുമാറും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും തമ്മിലുള്ള തർക്കമൊക്കെ ഇപ്പോൾ വിവാദ വിഷയമായി നിറഞ്ഞ് നിൽക്കുകയാണ്. ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ അപമാനിച്ചു എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. എന്തായാലും ഗണേഷ് കുമാറിന് ഇത്തവണ മത്സരം അത്ര ഈസി ആയിരിക്കില്ല. കഴിഞ്ഞ തവണ ജ്യോതികുമാർ ചാമക്കാല നല്ല വെല്ലുവിളിയാണ് ഗണേഷ് കുമാറിന് ഉയർത്തിയത്. എങ്കിലും 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഗണേഷ് കുമാർ ജയിച്ചു കയറി. ഇത്തവണ ജ്യോതി വിജയകുമാറിലൂടെ കടുത്ത വെല്ലുവിളി ഉയർത്താനാണ് കോൺഗ്രസിൻ്റെ നീക്കം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരം പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നമാണ്. അതിനുവേണ്ടി അവർ കുറേ കാലമായി കിണഞ്ഞ് പരിശ്രമിക്കുന്നു. ഒരിക്കൽ സിനിമാ താരം ജഗദീഷിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് ഗണേഷ് കുമാറിനെതിരെ. ജഗദീഷ് തോറ്റ് തുന്നം പാടി. ജഗദീഷ് അതോടെ രാഷ്ട്രീയവും അവസാനിപ്പിച്ചു. ഇത്തവണ ജ്യോതി വിജയകുമാറിനെ ഇറക്കുമ്പോൾ കോൺഗ്രസിന് ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. ജ്യോതി വിജയകുമാറിനെ പോലെയുള്ള ഒരു സെലിബ്രിറ്റിയെ, ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരു സെലിബ്രിറ്റിയെ നേരിടാൻ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇത്തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ സെലിബ്രിറ്റികളും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്.
രമേശ് പിഷാരടി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കും എന്ന വാർത്ത വന്നു കഴിഞ്ഞു. ജ്യോതി വിജയകുമാർ ഇന്ത്യ ഒട്ടുക്ക് അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക വഴി അവർക്ക് ഹൈക്കമാൻഡിൽ നല്ല ബന്ധമുണ്ട്. പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിൽ അസാമാന്യമായ കഴിവാണ് ജ്യോതി വിജയകുമാർ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ജ്യോതി വിജയകുമാർ പത്തനാപുരത്ത് എത്തുന്നു, ഗണേശിന് കടുത്ത വെല്ലുവിളിയുമായി.